അൽസലാം സുഹൃത്തുക്കളെ, അടുത്തപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ. വാസ്തവത്തിൽ ഇടതുപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ കാലത്തോട് നീതി ചെയ്യുകയും ചരിത്രത്തോട് നീതി പുലർത്തുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രതിപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ കാലത്തിനകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. ഒപ്പം തന്നെ ഇടതുപക്ഷം പ്രതിപക്ഷം എന്ന് പറയുന്ന നവമാധ്യമ കൂട്ടായ്മയ്ക്കകത്ത് നിരവധി പ്രഭാഷണങ്ങൾ നടക്കുന്നൊരിടത്തിൻ്റെ പേര് കൂടിയാണ്. വിപുലമായിട്ടുള്ള ആളുകൾ വന്ന് പറഞ്ഞു പോയൊരിടമാണ്. അത്തരം അനുഭവങ്ങളുള്ള ഒരു വേദി കൂടിയാണ് ഇടതുപക്ഷ പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ പ്രവാസീകരിക്കുകയും ആ പ്രവാസത്തിനകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തെയും അതിൻ്റെ ആലോചനകളും ഒപ്പം തന്നെ ഒരു ചരിത്ര അന്വേഷണങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു പ്രവാസി എന്ന നിലക്കുള്ള പരിമിതപ്പെട്ട അറിവുകളുടെയും ആലോചനകളുടെയും അകത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് കാലമത്രയും നാം കേട്ട് പരിചയിച്ച പ്രഭാഷണ പരമ്പരകളിൽ പെടാനിടയില്ല. അങ്ങനെ ഒതുക്കി വെച്ച് പറയാൻ പറ്റാത്ത ഒരു പരിമിതപ്പെട്ട ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലക്കുള്ള പരിമിതികളെ സഖാക്കൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ പ്രധാന സഖാവ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുമാതിരി അംബേദ്കർ എന്നത് 1891 ജനിക്കുകയും 1986 ഡിസംബർ മാസം 6-ാം തീയതി മരിക്കുകയും ചെയ്ത ഒരാളുടെ പേര് കൂടിയാണ് അംബേദ്കർ. അംബേദ്കർ ജീവിച്ച് തീർത്ത 65 കൊല്ലക്കാലത്തെ ജീവചരിത്രം വളരെ പ്രാധാന്യമേറിയതാണ് വർത്തമാനകാലത്തിനകത്ത്. അതുകൊണ്ടാണ് കൂടുതൽ അംബേദ്കർ വായനകൾ സാധ്യമാക്കേണ്ടതെന്ന് ആളുകൾ പറയുന്നതും ചരിത്രകാരന്മാരും ആലോചിക്കുന്നതും. വാസ്തവത്തിൽ 1986 അന്തരിച്ച അംബേദ്കർ അത്രയൊന്നും ആലോചിക്കപ്പെട്ടില്ല ഇന്ത്യക്കകത്ത്. 1986 അംബേദ്കർ അന്തരിക്കുന്നത്. അന്തരിച്ച അംബേദ്കറിന് ശേഷം ഒരു 10 വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് വിചാരധാര എഴുതപ്പെടുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരുപക്ഷെ 1956 മുതൽ ഇരുട്ടിനകത്ത് നിർത്തിയ ഒരു അംബേദ്കറെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടായിരിക്കാം ഇരുട്ടിനകത്ത് നിർത്തിയിരിക്കുക? ആ ഇരുട്ടിനകത്ത് നിർത്തിയതിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ് 2014 എന്നത്. അതുകൊണ്ട് അംബേദ്കർ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ച രാഷ്ട്രീയം കൃത്യമായിട്ടും ആർക്കെതിരെയാകുമെന്ന് ആലോചിക്കുന്നവർ അദ്ദേഹത്തെ ഇരുട്ടി നിർത്തിയത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സംഘപരിവാരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരുപക്ഷെ 1947 മുതൽ ഏകദേശം 1990 വരെ ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭൂപടത്തിനകത്ത് ഏറ്റവും മുന്നിൽ, ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ആകർഷകമായി വരയ്ക്കേണ്ട ചിത്രം അംബേദ്കറിൻ്റേതാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുകയും വായിക്കുകയും ആലോചിക്കപ്പെടേണ്ട ചരിത്രവും അംബേദ്കറിൻ്റേതാണ്. നിർഭാഗ്യവശാൽ അത്തരം ആലോചനകൾ ഇല്ലാതെ അംബേദ്കറെ ഇരുട്ടിനകത്ത് നിർത്തി. ഇത് അംബേദ്കറുടെ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ 1818 ജനിക്കുകയും 1880 മുതൽ മരിക്കുകയും ചെയ്ത മഹാനായ മാർക്സ് പറയാൻ ശ്രമിച്ചതൊക്കെ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ആദിമനിവാസികൾ തൊട്ട് ആധുനിക മനുഷ്യൻ വരെയുള്ള മനുഷ്യൻ്റെ ജീവിത പരിണാമ പ്രക്രിയക്കകത്ത് നടന്നിട്ടുള്ള ചരിത്രഘട്ടങ്ങളെ കൃത്യമായി പരിശോധിച്ച് അത് മനുഷ്യോന്മുഖമാക്കി പരിവർത്തിച്ചെടുത്ത ഒരാളുടെ പേരാണ് മഹാനായ മാർക്സ്. പക്ഷെ മാർക്സിനെ ഇരുട്ടി നിർത്തിയതും പലപ്പോഴും ഈ പറയുന്ന പൗരോഹിത്യമാണ്. പൗരോഹിത്യം പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു അധികാര കേന്ദ്രമാണ് പൗരോഹിത്യം. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിനെതിരായി വരുന്ന എല്ലാ ശക്തികളെയും, എല്ലാ ധാരണകളെയും, എല്ലാ ചരിത്രകാരന്മാരെയും ഇരുട്ടിൽ നിർത്തുക എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സംഘപരിവാരം എന്ന അർത്ഥത്തിൽ എനിക്ക് ചുരുക്കി കാണാൻ വേണ്ടി കഴിയില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഭൂരിപക്ഷ കാലവും ജീവിച്ച, പ്രവർത്തിച്ച, ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. വാസ്തവത്തിൽ 1990 അംബേദ്കർക്ക് ഈ പറയുന്ന ഭാരതരത്ന കൊടുക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന അംബേദ്കർ കൊടുക്കുന്നത് 90 നമ്മുടെ ഇന്നലെ ചർച്ച ചെയ്ത അനുസ്മരിച്ച നമ്മുടെ ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയ്ക്കും കൊടുത്തത് 90 വാസ്തവത്തിൽ വിദേശിയായിട്ടുള്ള അല്ലെങ്കിൽ ദേശാതിർത്തികൾക്കും അപ്പുറത്ത് സ്വാതന്ത്ര്യമെന്ന ആലോചനയ്ക്കകത്ത് നിലനിന്ന ചരിത്രകാരന്മാരെ ആദരിക്കുക എന്നത് എല്ലാ മനുഷ്യരും ഉത്തരവാദിത്തമാണ്. എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരാൾ അംബേദ്കർ അല്ലേ?
എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ പരിഗണന അംബേദ്കർക്ക് കൊടുക്കാതെ പോയതിൻ്റെ ചരിത്രം, ഇന്ത്യ എന്ന് പറയുന്നത് ജാതിയാൽ വലയം ചെയ്യപ്പെട്ട ഒരു ദേശത്തിൻ്റെ പേരാണ്. ജാതി എന്ന് പറയുന്നത് ഈ പൗരോഹിത്യത്തിൻ്റെ അടയാഭരണങ്ങളാണ്, അധികാര കേന്ദ്രത്തിൻ്റെ ഒരു ഒരു കുറുക്ക് വഴിയാണ്. വാസ്തവത്തിൽ ജാതിയെ സംബന്ധിച്ച ആലോചനയ്ക്കകത്ത് കെയ്യൻ പറയുന്നൊരു കാര്യമുണ്ട്. ജാതി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ജനിക്കുകയും നാം മരിച്ചാലും പിന്നെ ജീവിക്കുന്ന ഒന്നതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അത് കേവലം അങ്ങനെ മാത്രം നിൽക്കുകയല്ല, മറിച്ച് ആ ജാതി ഏതൊരു പുരോഗമന മുന്നേറ്റങ്ങളെയും നിർവീര്യമാക്കാൻ പോകുന്ന ഏറ്റവും കരുത്തുറ്റ മർദ്ദനോപകരണം കൂടിയാണ് ജാതി. ആ ജാതിക്കെതിരെയാണ് അംബേദ്കർ ആയുഷ്കാലം മുഴുവൻ പോരാടിയത്. വാസ്തവത്തിൽ ആളുകൾ വിചാരിക്കുന്നത് അംബേദ്കർ ജീവിച്ച ജാതി ജീവിതങ്ങൾക്കകത്തുള്ള ദാരുണമായിട്ടുള്ള സാഹചര്യങ്ങൾക്കകത്തു നിന്നാണ് അദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. അങ്ങനെയല്ല. ലോകത്തിനകത്ത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആകുലതകൾ പങ്കുവെക്കുന്ന മനുഷ്യന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മാർക്സ് ആയാലും ഏംഗൽസ് ആയാലും ലെനിനായാലും മാവോയാലും ഹോച്ചിമിന്നായാലും ചെഗൂരയായാലും ആരായാലും ഈ ലോകത്തിൽ അനുഭവിക്കുന്ന യാതനകളെ സംബന്ധിച്ചുള്ള ആലോചനകൾ അവരൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആലോചനയ്ക്കകത്താണ് അംബേദ്കറെ വായിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജീവിച്ച വസ്തുതയിൽ ജാതി എന്ന് പറയുന്നത് ഒരു മനോവൈകല്യമാണ്. ജാതി ജീവിതങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന, ജാതി ജീവിതങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു മനോനില, ഒരു മനോവൈകല്യത്തിൻ്റെ നിലയാണ്. ജാതി എന്ന് പറയുന്നത് നീതി നിഷേധത്തിൻ്റെ ഒരിടമാണ്. നീതി എന്നത് ഒരിക്കലും നീതിപൂർവ്വം നിർവഹിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരിടത്തിൻ്റെ പേര് കൂടിയാണ് ജാതി എന്ന് പറയുന്നത്. ആ ജാതിക്കെതിരായിട്ട് നിരന്തരമായി പോരാടിയ ഒരു മനുഷ്യൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ത്യയുടെ ഭൂപട നിർമ്മിതിക്കകത്ത് ചരിത്രപരമായി പങ്കുവഹിച്ച മനുഷ്യൻ്റെ പേര് നമ്മുടെ ഇന്ത്യയുടെ ചരിത്ര ഭൂപടത്തിനകത്ത് ഏറ്റവും മുന്നിൽ വയ്ക്കേണ്ട ഒരു ചിത്രത്തിൻ്റെ പേരാണ്. നിർഭാഗ്യവശാൽ 1992 മറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് അംബേദ്കർ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്നത് 1990 ശേഷമാണ്. അതുവരെ ഇരുട്ടിൽ നിർത്തി അംബേദ്കറെ. വാസ്തവത്തിൽ അംബേദ്കറെ സംബന്ധിച്ച് നമ്മുടെ സഖാവ് പറഞ്ഞ മാതിരി 1949 നവംബർ മാസം 25 പാർലമെൻറ്റിനകത്ത് അദ്ദേഹം നടത്തിയ, നമ്മുടെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും 2014 ആരംഭിക്കുക, 2014 എന്ന് പറയുന്ന ഒരു രാഷ്ട്രനിർമ്മിതിക്കകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹം 1949 ഈ പറയുന്ന നവംബർ മാസം 25 പറയുന്നുണ്ട്. ആ പറയുന്നത് കൃത്യമായിട്ടും 1950 ജനുവരി മാസം 26 നാം വൈരുദ്ധ്യങ്ങളുടെ ഒരു ജീവിതപാതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വവും സാമൂഹ്യ സാമ്പത്തിക മണ്ഡലങ്ങളിൽ അസമത്വവുമാണ്. രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യന് ഒരു വോട്ടും, ഒരു വോട്ടിന് ഒരു മൂല്യവും, ഒരേ മൂല്യവും എന്ന തത്വം നാം അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതിക്കകത്ത് എല്ലാ മനുഷ്യർക്കും ഒരേ മൂല്യമുണ്ടാകുന്ന കാലത്തിലേക്ക് സഞ്ചരിക്കാൻ എത്ര ദീർഘദൂരം നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട്. എത്ര ദീർഘവീക്ഷണമാണ്. പൊതുവെ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്ന, മനുഷ്യപക്ഷം നിൽക്കുന്ന, ഇടതുപക്ഷം നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ ആലോചിക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ജീവിതാവസ്ഥകളിൽ നിന്നുകൊണ്ട് വരാനിരിക്കുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ആ ജീവിതം ഏത് രീതിയിലായിരിക്കണം സ്വപ്നം കാണുന്നവർക്കകത്ത് ഇടതുപക്ഷം എന്ന രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും നിറയുറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അംബേദ്കർ അന്ന് പറഞ്ഞ വർത്തമാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മതപരമായിട്ടുള്ള ആധിപത്യം നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കി കഴിഞ്ഞാൽ ജനാധിപത്യം എന്ന വാക്ക് അർത്ഥമില്ലാത്ത ഒന്നായിത്തീരും. വാസ്തവത്തിൽ നമ്മുടെ പാർലമെൻറ്റാണ് ഏറ്റവും ശക്തമായ ഒരിടമെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏറ്റവും ശക്തമായ സ്ഥാപനം പാർലമെൻറ്റാണ്. അതിന് താഴെയാണ് എല്ലാ സംവിധാനങ്ങളും വരുന്നത്. അതുകൊണ്ട് ആ പാർലമെൻറ്റിനെയാണ് പിടിച്ചടക്കിയിരിക്കുന്നത് സംഘപരിവാരം എന്നത്. ഇത് ഓർക്കേണ്ടതുണ്ട്. നമ്മൾ അംബേദ്കറെ അനുസ്മരിക്കുന്നത് അംബേദ്കർ ജനിച്ച വർഷം, അദ്ദേഹം മരിച്ച വർഷം, അദ്ദേഹം പഠിച്ച സ്കൂളുകൾ, പഠിച്ച ഡിഗ്രികൾ, അല്ലെങ്കിൽ അദ്ദേഹം ആർജിച്ചെടുത്ത അറിവുകൾ, ഇവയുടെ പങ്കുവെക്കലുകൾ മാത്രമായിട്ട് അനുസ്മരണങ്ങൾ മാറരുത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. വാസ്തവത്തിൽ അത്തരം ബയോഡാറ്റകൾ തിരയിലല്ല നമ്മുടെ അനുസ്മരണങ്ങൾ. അത് ഒരു ചരിത്ര നിയോഗമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അംബേദ്കറുടെ ജീവിത ചരിത്രത്തിൽ നിന്നുകൊണ്ട് നാം വർത്തമാനത്തിലേക്ക് നോക്കുന്നു. ആ വർത്തമാനകാലത്തിലേക്ക് നോക്കുമ്പോൾ നാം കണ്ടെടുക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ജാതി ജീവിതങ്ങൾക്ക് ഏറ്റവും കരുത്തുറ്റ, ഇപ്പോൾ ജാതി ജീവിതങ്ങളുടെ ഒരൊറ്റ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയാണ് സംഘപരിവാരം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. വാസ്തവത്തിൽ ജാതി എന്ന് പറയുന്ന അനീതിയെ
യാതൊരുവിധ പരിക്കുകളും കൂടാതെ സംരക്ഷിച്ചുകൊണ്ടാണ് ഹിന്ദുരാഷ്ട്ര നിർമ്മിതി. ഈ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയിൽ മനുഷ്യന്മാരെങ്ങനെ ജീവിക്കുന്നു എന്ന നിർവചനമില്ല. മറിച്ച് ഹിന്ദുരാഷ്ട്രം ഒരു പ്രഹേളിക നിർമ്മിച്ചെടുക്കുക, അത്തരമൊരു ആവേശം നിർമ്മിച്ചെടുക്കുക. അതിനപ്പുറത്ത് ഈ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ എന്തായിരിക്കും കാഴ്ചകൾ? ഒരുപക്ഷെ പൂർവ്വകാലങ്ങളിൽ ഹിന്ദു രാജാക്കന്മാർ നിരവധി ഭരിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ ഭരിച്ച രാജാക്കന്മാരെല്ലാവരും ആ രാജ്യത്ത് സ്വജാതികളോട് ഏത് രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആ ചരിത്രം പരിശോധിച്ചാൽ ഇവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ഭൂപടം എന്തായിരിക്കുമെന്ന് ഓർക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനെതിരായിട്ടുള്ള സമരമുഖത്തിനകത്ത് അംബേദ്കർ എന്ന് പറയുന്ന മഹാൻ നിറഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അംബേദ്കർ വായന അർത്ഥത്തിലേക്ക് കേവലം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യയും ജീവിതചരിത്രവും നമ്മൾ അവലോകനം ചെയ്യലല്ല, അവലോകനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പുതിയ കാലത്തിലേക്കും പുതിയ ലോകത്തിലേക്കും സഞ്ചരിക്കേണ്ടത്. വാസ്തവത്തിൽ ഭരണഘടന എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന് കീഴിലാണ് തങ്ങളൊക്കെ അണിനിരക്കുന്നത് എന്ന ഒരു മനോനിലയിലേക്ക് മനുഷ്യരാരും മാറിയിട്ടില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ജനകോടികൾക്ക് ഒരിക്കൽ പോലും ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. വാസ്തവത്തിൽ ഭരണഘടനയ്ക്ക് കീഴിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്നുപോലും ആലോചിക്കുന്നില്ല. വാസ്തവത്തിൽ മലയാളികൾ പോലും ഭരണഘടനയെ കുറേ കൂടി ഗൗരവപ്പെട്ട വായനയ്ക്ക് വിധേയപ്പെടുത്തിയത് ഞാൻ വിചാരിക്കുന്നത് 2018 ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ അർത്ഥത്തിലാണ്. വാസ്തവത്തിൽ നമ്മൾ പോലും നിരക്ഷരാണ് ഭരണഘടന യുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി വിധി വന്നതിന് പിറകിലുണ്ടായിട്ടുള്ള ജാതി ജീവിതങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ പ്രശ്നമാകും എന്നതാണല്ലോ അന്നത്തെ ഒരു വിഷയം. സുപ്രീം കോടതി നിയമപരമായിട്ട് പരിശോധിച്ചിട്ടാണ് അതിൽ തെറ്റില്ല, സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാം. അമ്പലം എന്ന അർത്ഥത്തിലാണെങ്കിൽ സ്ത്രീകൾക്കും കയറാം. എല്ലാ സ്ത്രീകളും എല്ലാ അമ്പലങ്ങളും കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് വിശേഷപ്പെട്ടതായിട്ടൊന്നും കാണേണ്ടതില്ല. അതുകൊണ്ട് കയറട്ടെ, എല്ലാവരും സ്വാഭാവികമായിട്ട് സ്വീകരിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്ന അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കുറുക്ക് വഴി ഏത് കാലത്തും അന്വേഷിക്കുന്ന മനുഷ്യന്മാർ ഇതും ഒരു വഴിയായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള പാർലമെൻറ്റ് പിടിച്ചടക്കുകയാണ് സംഘപരിവാരം ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മൾ ഭരണഘടന ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മൾ അണിനിരക്കുന്നതെന്നും ഭരണഘടന നൽകുന്ന നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾക്കകത്താണ് നാം ജീവിക്കുന്നതും എന്നുള്ള ധാരണ മാറ്റി, മറിച്ച് ഈ പറയുന്ന മനുസ്മൃതിയും വിശ്വാസങ്ങളും ആചാരങ്ങളും അതിനകത്ത് കെട്ടിപിണഞ്ഞു കിടക്കുന്ന മനുഷ്യന്മാരായി തീരുന്നു. തൊട്ടപ്പുറത്തുള്ള ചൈന വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു. അവിടുത്തെ മനുഷ്യ വിഭവശേഷിയും അതിൻ്റെ കായിക ശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രാഷ്ട്രം അതിൻ്റെ സാമ്പത്തിക ശേഷിയിലേക്കും ലോകത്തിൻ്റെ നെറുകിലേക്കും സഞ്ചരിക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും പശുവിൻ്റെ വിസർജനവും ഒപ്പം തന്നെ ഈ പറയുന്ന ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയും രാമനും അങ്ങനെ പൗരാണിക ഘട്ടത്തിനകത്ത് ഏതോ മനുഷ്യന്മാരുടെ എന്താ കാൽപ്പനികമായ കാഴ്ചകൾക്കകത്ത് വർത്തമാനകാലത്തെ മനുഷ്യരെയും പിണഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടിയിടാൻ കഴിയുന്ന ശ്രമത്തിലേക്ക് സംഘപരിവാരം മാറുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന പട്ടിണി സൂചികയിൽ 111 സ്ഥാനത്തെത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇതിനകത്ത് പ്രധാനമായിട്ടും കടന്നു വരേണ്ടതുണ്ട്. വാസ്തവത്തിൽ 127 123 രാജ്യങ്ങളാണ് അതിനകത്ത് ആകെ ഉള്ളത്. അതിൽ നമുക്കുള്ള സ്ഥാനം 111 സ്ഥാനമാണ്. കേവലമായിട്ടുണ്ടാകുന്നല്ല, ദാരിദ്ര്യമാണ് അധികാരികളെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. ആ ദാരിദ്ര്യത്തെ നിർമ്മിച്ചെടുക്കുക, ഉൽപ്പാദിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം സംഘപരിവാരം നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും തകർച്ചയുടെ മുകളിലാണ്. ഒപ്പം തന്നെ നമ്മുടെ GDP ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രത്യാശാസ്ത്ര പരിസരം സംഘപരിവാരം ഒരുക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനകത്ത് മാത്രം ജീവിക്കാൻ പറ്റുന്ന വർഗമായി തീരുന്നു. അതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു പലപ്പോഴും നമ്മുടെ അംബേദ്കർ നടത്തിയിട്ടുള്ളത്. അത് ഒരു ഗൗരവപ്പെട്ട വായനയായിട്ട് കാണണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാസ്തവത്തിൽ അംബേദ്കറെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല നിലകളിൽ നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എന്താ പറയുക, ജാതി ജീവിതങ്ങളെ കുറിച്ച് തന്നെയാണ് അംബേദ്കർ ജീവിതത്തിലുടനീളം ആലോചിച്ചത്. വാസ്തവത്തിൽ ജാതി എന്ന് പറയുന്ന അനീതിയെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യാൻ പറ്റുക എന്ന വലിയ ഗൗരവപ്പെട്ട ആലോചന നടത്തിയ ഒരാളുടെ പേര് കൂടിയാണ് ഈ പറയുന്ന അംബേദ്കർ. അതുകൊണ്ട് അംബേദ്കറുടെ അനുസ്മരണം എന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റകൾ തിരയിൽ മാത്രമല്ല, ഒരു വർത്തമാനകാലത്തിനകത്തുനിന്നുകൊണ്ട് അംബേദ്കറുടെ മനോനിലയിലേക്ക്
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കാനുള്ള ഒരു പാഠപുസ്തകമായിട്ട് അംബേദ്കറെ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ അദ്ദേഹം ആദ്യത്തെ നിയമകാര്യമന്ത്രിയായിരിക്കുകയും അത് രാജിവെക്കാനുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 56 അദ്ദേഹം മരണപ്പെടുകയും 66 വിചാരധാര രചിക്കുകയും പെട്ട ഒരു രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നതാണ്. വാസ്തവത്തിൽ ആ ബില്ല് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഹിന്ദു കോഡ് ബില്ല് എന്ന നിലയാണ് അവതരിപ്പിക്കുന്നത്. അത് എന്താ പറയുക, തുല്യരായിരിക്കേണ്ടതുണ്ട്. തുല്യത എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയുക? അതുകൊണ്ട് സമ്പത്തിനകത്ത് സ്ത്രീകൾക്കും തുല്യാവകാശം വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമായിട്ടല്ല, മറിച്ച് വിചാരധാരയിൽ പറയുന്ന വർത്തമാനങ്ങൾ ചണ്ടാളരും പിന്നെ ബ്രാഹ്മണരും ഒരേ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി കഴിയില്ല. അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു വർഗം തമ്മിലുള്ള സംഘർഷമാണ് വാസ്തവത്തിൽ ഈ ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കാൻ അദ്ദേഹം തന്നെ പാർലമെൻറ്റിനകത്ത് ഒരു പ്രസ്താവന നടത്താൻ, രാജിക്കുണ്ടായ കാരണത്തിൽ പ്രസ്താവന നടത്താനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ അംബേദ്കർ കൂടുതൽ വായനയ്ക്ക് വിധേയപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. ആ പ്രസ്താവന കൂടുതൽ അപകടം ചെയ്യുന്നതുകൊണ്ട് ആ പ്രസ്താവന കൂടുതൽ നടത്താൻ പറ്റിയില്ല. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സന്നിഗ്ധമായ ഘട്ടം ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചാൽ സ്ത്രീകൾക്ക് തുല്യ പദവി കൊടുക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ അതിൻ്റെ ഒരു ആലോചന നമ്മൾ കുറെ കൂടി ഇങ്ങനെ പുറകോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ ദൈവിക ആത്മീയ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു വർത്തമാനം തന്നെയാണ് അതിനകത്ത്. ഇപ്പോൾ 10 വയസ്സിന് മുന്നേ പെൺകുട്ടികൾ ഋതുമതി ആകുന്നതിന് മുന്നേ തന്നെ വിവാഹം കഴിക്കണം. ഋതുമതിയായി വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ മരണപ്പെട്ടുള്ള അവരെ എന്താ പറയുക, ആരെയും കൊണ്ട് ലൈംഗികമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസ്കാരം നടത്താൻ പാടുള്ളൂ. ഇങ്ങനെ പറയുന്ന ജീർണമായിട്ടുള്ള ഒരു ആചാരക്രമങ്ങൾ സ്ത്രീകൾക്കും കൂടെ നടത്തിയിരുന്ന ഒരു സമൂഹത്തിനകത്താണ് അംബേദ്കർ ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഏറ്റവും സംഘർഷമായ ഒരു സാഹചര്യം. വാസ്തവത്തിൽ ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, നേതൃത്വം കൊടുക്കുന്നത് മതനിരപേക്ഷവാദികളാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനകത്ത് നിർണായക പങ്കുവച്ച വ്യക്തികളാണ്. അങ്ങനെ നിരവധി ഘടകങ്ങളുള്ള മനുഷ്യരാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ അവർ ചൂട് മാറ്റി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സംഘപരിവാരമായി മാറുന്നു. കോൺഗ്രസ്സുകാരെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർ സംഘപരിവാരം തന്നെ ആയിരുന്നു. അതിൻ്റെ പേരിൽ വ്യത്യാസമുണ്ടെന്നുള്ളൂ. പേരിനകത്ത് മാറ്റം വന്നതിനപ്പുറത്തേക്ക് ആ നിലപാടുകൾ തന്നെ ഇന്ന് BJP-ക്കാർ നടപ്പിലാക്കുന്നു. അതുകൊണ്ട് തുല്യത എന്ന് പറയുന്നത് ഒരിക്കൽ പോലും സ്വീകരിക്കാൻ പറ്റാത്ത മനുസ്മൃതിയുടെ ആലോചനയ്ക്കകത്താണ് അന്നത്തെ ആ കാലത്തും ഇന്ത്യൻ കോൺഗ്രസ്സൊക്കെ പ്രവർത്തിച്ചത്. അതിൻ്റെ പുതിയ രൂപമായിട്ട് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വരുന്നു എന്നേ നമുക്ക് ഓർക്കേണ്ടതുള്ളൂ. വാസ്തവത്തിൽ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടെടുത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിനകത്തെ ഒരു വർത്തമാന കാല ചരിത്രം വിശ്വാസം എന്തുകൊണ്ടായിരിക്കും നമ്മൾ കുടുംബശ്രീ എന്നൊരു ആശയം ഉണ്ടാകുന്നത്? വാസ്തവത്തിൽ അത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവരുടെ എന്താ പറയുക, സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയാക്കി തീർക്കുന്നതിൻ്റെ ഭാഗമാണ്. ആത്യന്തികമായിട്ട് ഇടതുപക്ഷം സംസ്ഥാനം മുന്നിൽ വെച്ച ആലോചിച്ച പ്രധാനപ്പെട്ട ഘടകം സമൂഹത്തിൻ്റെ നേർപ്പാതിയായിട്ടുള്ള മനുഷ്യർ സമൂഹത്തിൻ്റെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലൊന്നും നിർവഹണാധികാരമില്ലാത്തവരായി വീട്ടിനകത്തിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഈ ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് കൂടി പരിശോധിച്ചാൽ അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകളെന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ഒക്കെ വീട്ടിനകത്ത് പ്രസവിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമായിട്ട് പരിമിതപ്പെടുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ നിൽക്കുന്നു. അവരെ പുറത്തിറക്കേണ്ടതുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് നമുക്ക് ആലോചിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ പാർട്ടി സെക്രട്ടറിമാരായിട്ട് സ്ത്രീകൾ വരുന്നു. പത്തനംതിട്ടയിൽ ഏരിയ സെക്രട്ടറി ആയിട്ട് വനിതാ സഖാവുന്നു. നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ടാകുന്നു, ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടാകുന്നു. അത് നമ്മുടെ പാർട്ടിയിൽ മാത്രമല്ല, നാം മുന്നോട്ട് വെച്ച ഈ സ്ത്രീകളുടെ മുന്നോട്ട് വരവിന് വേണ്ടി നാം മുന്നോട്ട് വെച്ച ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാൽ മനുസ്മൃതി ഒരിക്കലും സ്വീകരിക്കുന്നില്ല എന്നതാണ്. മനുസ്മൃതി എന്താണ് ശ്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്ന അതേ ആശയത്തിനകത്താണ്. ആ ആശയത്തിൻ്റെ പുതിയ എന്താ പറയുക പടപ്പുറപ്പാടാണ് സംഘപരിവാരം നടത്തുന്നത്. അങ്ങനെ സംഘപരിവാരം നടത്തുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വപരമായ അല്ലെങ്കിൽ ഈ ഏറ്റവും ഹീനമായ പ്രത്യാശാത്ര മുന്നോട്ട് വയ്ക്കുന്ന സംഘപരിവാരത്തിനെതിരായിട്ട് ഇന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ചിത്രം അംബേദ്കറുടേതാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
തീർച്ചയായിട്ടും അംബേദ്കറെ കുറിച്ചുള്ള ആലോചനകൾ വളരെ ഗൗരവപ്പെട്ട് ആയിട്ട് വരുന്നത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പോയി സണ്ണിയം കമ്പിക്കാടിനെ പോലെ അത്തരം അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്ന അതിനോട് നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതൊന്നും ഇങ്ങനെ കൂടിക്കലരാൻ പാടില്ലാത്തതാണെന്ന് അവർ ശഠിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു സംരക്ഷിത മേഖലയായിട്ട് കണക്കാക്കുന്നു. വാസ്തവത്തിൽ എല്ലാ ആശയങ്ങളും സമ്മിശ്രമായിട്ട് സഹകരിച്ചുമാണ് സമൂഹത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ 1936 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അംബേദ്കർ തമ്മിൽ നടക്കുന്ന ഒരു ഡിബേറ്റിനകത്ത് അംബേദ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു വർഗ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. ആ വർഗ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗങ്ങളുടെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. വർഗം ഒരുമിച്ച് നിൽക്കുകയും ആ വർഗത്തിനധിഷ്ഠിതമായ ഭരണ സംവിധാനം ഉണ്ടാക്കുകയും സാമൂഹ്യ പ്രതിബദ്ധമായ ഒരു സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ വർഗ രാഷ്ട്രീയത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു വരണമെങ്കിൽ അത് ആദ്യം അവർ സ്വതന്ത്രമാകണ്ടേ. ആ സ്വതന്ത്രമാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ജാതിയാണ്. അതുകൊണ്ട് ജാതിയിൽ നിന്ന് പുറത്തു കിടക്കാതെ ഒരിക്കൽ പോലും ആ മനുഷ്യനെ വർഗരാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതിപ്പോൾ നമ്മുടെ വർത്തമാന ഇന്ത്യക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ന് വളരെ പെട്ടെന്ന് ഒരുപക്ഷെ പുരോഗമനം ഒന്നുമില്ലെങ്കിൽ പോലും സംഘപരിവാരം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന മതരാഷ്ട്ര ജാതി രാഷ്ട്രീയത്തിനകത്ത് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ജാതി എന്ന് പറയുന്ന അതിനകത്ത് നിന്നും മനുഷ്യനെ പുറത്തു കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് അംബേദ്കർ 1936 പറയുന്നുണ്ട്. വാസ്തവത്തിൽ ജാതിയിൽ നിന്നും പുറത്തു കിടക്കാത്ത മനുഷ്യന്മാരുടെ ജീവിതാവസ്ഥകൾ നമുക്കെന്നറിയാം. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയും നമ്മുടെ ലോകമാകെ മാറുമ്പോഴും നാം ഇന്നും ഹീനമായ ഒരു സാമൂഹിക പരിസരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് കൃത്യമായിട്ടും അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം അനുഭവിച്ച യാതനകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നീതി എന്ന് പറയുന്ന ഒരു കാര്യം അത് നീതിപൂർവമായി നിർവഹിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ജാതിയിൽ നിന്നും മനുഷ്യനെ പുറത്ത് കിടത്തേണ്ടതുണ്ട്. പുറത്ത് കിടക്കാത്തിടത്തോളം കാലം മനുഷ്യനെ ഒരിക്കൽ പോലും നീതി നിർവഹിക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അറിഞ്ഞുകൂടാ എന്താണ് നീതി എന്ന്. നീതി എന്താണെന്ന് അറിഞ്ഞാലല്ലേ ആ നീതി നിഷേധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഗുജറാത്തിലെ മക്കളും ചെറിയ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൃഷിയിടത്തിൽ പണിയെടുക്കുന്നു. അവരൊക്കെ വിദ്യാഭ്യാസം നേടേണ്ടവരാണ്, പക്ഷെ അവരൊക്കെ കൃഷിയിടത്തിലാണ്. അവർക്ക് അറിഞ്ഞുകൂടാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവകാശമാണെന്നുള്ള അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യൻ ഭരണഘടനയും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കാലത്തിനകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പുതിയ കാലത്തിനകത്ത് അംബേദ്കർ വായന വളരെ കൃത്യമായിട്ട് നടത്തേണ്ടതെന്ന് വിചാരിക്കുന്നു, നടക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ അംബേദ്കറിസ്റ്റുകൾ പറയുന്ന അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ സമകാലീന ഇന്ത്യ രാഷ്ട്രീയത്തിനകത്ത് പിടിമുറുക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിനും മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനും മാനവ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനും അംബേദ്കറും കൂടെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ ഓർമ്മകളുടെ പേര് കൂടിയാണ് അംബേദ്കർ ഓർമ്മ ദിനം എന്നുള്ളത്. ആ ഓർമ്മദിനത്തിനകത്ത് എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ അടക്കി വെച്ചിട്ടയോടുകൂടി പറയാൻ പറ്റുന്നൊരു പരുവത്തിലൊന്നും പാകപ്പെടുത്തിയൊരു ആളല്ലാത്തതുകൊണ്ട് അങ്ങനെയായിരിക്കാം. തീർച്ചയായിട്ടും അനുസ്മരണ സംബന്ധിച്ച് കഴിഞ്ഞ ഈ വർഷത്തിൽ ഒരിക്കൽ നടത്തിയ പൻസാരയുമായി ബന്ധപ്പെട്ടതാവുന്നു. അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് അനുസ്മരണങ്ങൾ. മരിച്ചിട്ടും മരിക്കാത്തവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കൊടുക്കുന്ന ഏറ്റവും ആവേശകരമായിട്ടുള്ള അംഗീകാരമാണ് അനുസ്മരണങ്ങൾ. അത് ഒരിക്കൽ പോലും ഭൂതകാലത്തിലേക്കുള്ള തീർത്ഥയാത്രയല്ല എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് അവസാനം പറയുന്നു, പുനരുദ്ധാനവാദികളെ പേടിപ്പിക്കും വിധം നിറഞ്ഞു നിൽക്കലാണ് അനുസ്മരണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സച്ചിദാനന്ദ കവിതയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വർത്തമാനകാലത്തിനകത്ത് പുനരുദ്ധാനവാദികളെ പേടിപ്പിക്കും വിധം നിറഞ്ഞു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കാനുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. ഒപ്പം തന്നെ ഇത്തരം അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം പ്രതിപക്ഷം എന്ന് പറയുന്ന നമ്മുടെ നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം.